ടെക്നോളജി, ഒരു അഡ്വാൻസ് ടെക്നോളജി, അതുപോലെ അതിന് മുടക്കുന്ന പണം, ഇതെല്ലാം വെച്ച് നോക്കുകയാണെങ്കിൽ അവരുടെ അത്യാധുനിക വെപ്പണറി ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ അമേരിക്ക തന്നെയാണ് മുമ്പിൽ. പക്ഷേ തായ്വാൻ വിഷയത്തിൽ ഒരു ഏറ്റുമുട്ടൽ ഉണ്ടായിക്കഴിഞ്ഞാൽ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അമേരിക്കയെ കനത്ത തിരിച്ചടി ഏൽപ്പിക്കാൻ ചൈനയ്ക്ക് കഴിയും എന്നാണ് ഈ ലീക്കായ പേപ്പർ പറയുന്നത്. അതിന് ചൈന അതിശക്തമായത് അമേരിക്കയെ കവച്ചു വയ്ക്കുന്ന സൈന്യ ശക്തി ആയതുകൊണ്ട് മാത്രമല്ല. ഒന്ന്, അതിൻ്റെ ഒരു ജിയോഗ്രഫി പ്രധാനമാണ്. ചൈനയും തായ്വാനും 200 കിലോമീറ്റർ മാത്രം അകലത്തിലുള്ള രണ്ട് രാജ്യങ്ങളാണ്. തായ്വാൻ ഞങ്ങളുടേതാണ്, ചൈനയുടേതാണെന്ന് ചൈന കുറേ നാളായിട്ട് അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഈ ഒരു പോയിന്റ്, ഇവർ തമ്മിലുള്ള പ്രശ്നത്തിൻ്റെ ഒരു പോയിന്റ്. നമുക്കറിയാം, ഈ സൗത്ത് ചൈന സീ കേന്ദ്രീകരിച്ച് ചൈനയും അമേരിക്കയും തമ്മിലുള്ള ഉരസലുകൾ, ഏറ്റുമുട്ടൽ എന്ന് പറയാൻ പറ്റില്ല, ഉരസലുകൾ വർഷങ്ങളായിട്ട് തുടങ്ങിയതാണ്. ജപ്പാനും ഫിലിപ്പീൻസും ഈ രണ്ട് രാജ്യങ്ങൾക്കും ചൈനയുടെ കടന്നുകയറ്റത്തെ, ചൈന ഈ സൗത്ത് ചൈന സീയിൽ ചെറിയ ഐലൻഡുകളൊക്കെ വികസിപ്പിച്ച് അത് സൈനിക കേന്ദ്രങ്ങളാക്കി മാറ്റുന്നു, അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നൊക്കെ ഫിലിപ്പീൻസും ജപ്പാനും കുറേ നാളുകളായിട്ട് ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, ആ ഒരു പ്രദേശത്ത് ഇൻഡോ പസഫിക് മേഖലയിൽ ജപ്പാനും ചൈനയും തമ്മിലുള്ള നിരന്തര ഉരസലുകൾ, ഏതെങ്കിലും തരത്തിൽ ക്ലാഷ് എന്ന് പറയാൻ കഴിയില്ല, ചെറിയ ഉരസലുകൾ എല്ലാ ദിവസവും നടക്കുന്നുണ്ട്, അങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല എന്നേ ഉള്ളൂ. അപ്പോൾ നമുക്കറിയാം, ചൈനയും ജപ്പാനും തമ്മിൽ പതിറ്റാണ്ടുകളായിട്ടുള്ള വൈരമാണ്, പതിറ്റാണ്ടുകളായിട്ടുള്ള ശത്രുത അവർക്കിടയിലുണ്ട്. ഫിലിപ്പീൻസും ഈ പറയുന്ന ചൈനയുടെ ഒരു ഇൻകർഷൻ അവർക്ക് പ്രശ്നമാണ്, അവരതിനെ ഉന്നയിക്കുന്നുണ്ട്. മാത്രവുമല്ല, ഫിലിപ്പീൻസും ജപ്പാനും അമേരിക്കയുടെ സഖ്യശക്തികളുമാണ്. അപ്പോൾ തായ്വാൻ വിഷയത്തിൽ തായ്വാനുമായി ബന്ധപ്പെട്ട ഒരു സംഘർഷാവസ്ഥ കുറേ വർഷങ്ങളായിട്ട് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു അവസരത്തിൽ അമേരിക്കയുടെ ഒരു ഇടപെടൽ ഉണ്ടായിക്കഴിഞ്ഞാൽ വിത്തിൻ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അമേരിക്കയുടെ ഫൈറ്റർ ജെറ്റ് കാരിയേഴ്സ് ഉൾപ്പെടെയുള്ള വൻകിട യുദ്ധക്കപ്പലുകൾ തകർക്കാൻ ചൈനയ്ക്ക് കഴിയും.